Good morning, students. Our today class deals with fatty acid metabolism. ഇപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ഫാറ്റ്സ് ലിപ്പിഡ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇന്ന് അതിന്റെ മെറ്റബോളിസം ആണ്. Lipid, as you all know, that it is a substance from forming an essential component of protoplasm, entering into the composition of cell membranes and mitochondrial membranes. They are stored in tissues to be used during starvation. And this lipid play an important role in metabolism as the fuel for the production of ATP. അപ്പം ലിപ്പിഡിന്റെ മെറ്റബോളിസം സമയത്താണ് ബോഡിക്ക് ആവശ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോസസ്സിന് ഓരോ റിയാക്ഷൻ ആവശ്യമില്ല ATPനെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാറ്റി ആസിഡ് മെറ്റബോളിസം ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. And the first step in lipid metabolism എന്ന് പറയുന്നതിൽ hydrolysis of lipid into fatty acid and glycerol through the action of lipolytic enzyme. ഇപ്പോൾ ഫാറ്റി ആസിഡ് ട്രൈഗ്ലിസറൈഡ് ഫോർമേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതിലെങ്ങനെയാണ് ഗ്ലിസറോൾ കമ്പൈനിങ് വിത്ത് ഫാറ്റി ആസിഡ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, അതിന്റെ റിവേഴ്സ് പ്രോസസ്സാണ് നടക്കുന്നത്. ദറ്റ് ഈസ് fats will be that triglycerides undergo hydrolysis and resulting in the formation of glycerol and fatty acid. ഈ ഫാറ്റി ആസിഡ് ആണ് ഫെർദർ മെറ്റബോളിസത്തിൽ എൻ്റർ ചെയ്തിട്ട് ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദാറ്റ് പ്രോസസ്? ലെറ്റ് us see one by one. Then first process is catabolism. Catabolism and anabolism രണ്ടും both together are collectively known as the metabolic process. First let us see catabolism. Catabolism, three types of catabolism are there. One is alpha oxidation, beta oxidation and omega oxidation. First one is alpha oxidation. ഇത് മെയിൻ ആയിട്ട് ബ്രെയിൻ മൈക്രോസോംസിലാണ് കാണുന്നത്. ഇവിടെ ആൽഫ ഓക്സിഡേഷൻ ഓഫ് ദ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ആണ് നടക്കുന്നത്. ദറ്റ് ഈസ് ആൽഫ പൊസിഷനിൽ ഓക്സിഡേഷൻ വിൽ ടേക്ക് പ്ലേസ് ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആൽഫ ഹൈഡ്രോക്സി ഫാറ്റി ആസിഡ്. ആൻഡ് ദിസ് ഹൈഡ്രോക്സി ഫാറ്റി ആസിഡ് ഫർദർ ബി ഓക്സിഡൈസ്ഡ് ഇൻ ടു ആൽഫ കീറ്റോ ഫാറ്റി ആസിഡ്സ്. അത് പിന്നീട് undergo oxidation and get decarboxylated into carbon dioxide and fatty acid. ഇപ്പോൾ ഒരു ഫാറ്റി ആസിഡ് എടുത്താൽ അതിന്റെ ആൽഫ പൊസിഷനിലെ കാർബൺ ആറ്റത്തിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പൊ ഈ ആൽഫ പൊസിഷനിൽ എന്ത് ആഡ് ചെയ്യും? ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആഡ് ചെയ്യും. പിന്നീട് ഇവിടെ എഗെയിൻ ഓക്സിഡേഷൻ നടന്നിട്ട് ആ ആൽഫ പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് ആഡ് ചെയ്യും. Then it undergo oxidatively decarboxylation process and result in the formation of carbon dioxide and fatty acid. ഈ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫാറ്റി ആസിഡിനെ കാട്ടി 1 കാർബൺ ആറ്റം ലെസ് ഇൻ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ആൽഫ ഓക്സിഡേഷൻ. ആൽഫ പൊസിഷൻ ഓഫ് ദി ഫാറ്റി ആസിഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഏത് ഫാറ്റി ആസിഡ് ആണോ, ഇനീഷ്യൽ ഫാറ്റി ആസിഡ് ആണോ ഈ ഓക്സിഡേഷൻ നടക്കുന്നത്, അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫാറ്റി ആസിഡിന് ഒരു കാർബൺ ആറ്റം ലെസ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് വിൽ ബി ഫോംഡ്. നെക്സ്റ്റ് ഇസ് ബീറ്റ ഓക്സിഡേഷൻ തിയറി. Beta oxidation theory was put forward by Knoop. Okay, here the oxidation will be taking place at the beta position. ഇപ്പം ബീറ്റ പൊസിഷനിൽ ഫോം ചെയ്യും. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ കാർബൺ ആറ്റത്തിനെ കാട്ടി 2 കാർബൺ ആറ്റം ലെസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആൽഫ ഓക്സിഡേഷനിൽ 1 കാർബൺ ആറ്റം ലെസ് ആണ്, ഇതിൽ 2 കാർബൺ ആറ്റം ലെസ് ആൻഡ് എസിറ്റിക് ആസിഡ് ഇസ് ഓൾസോ ഫോം. Okay, and beta oxidation is restricted to fatty acid with more than 18 carbon atom. More than 18 carbon atomത്തിലാണ് beta oxidation process will carry out. Okay, then oxidation phenyl substituted fatty acid ആണെങ്കിൽ with odd number of carbon atom containing phenyl substituted fatty acid ആണെങ്കിൽ final product benzoic acid ആയിരിക്കും.
Then phenyl substituted fatty acid with even number ആണെങ്കിൽ final product phenyl acetic acid ആയിരിക്കും. ഈ benzoic acid coupled with glycine and result in the formation of hippuric acid. അതേസമയം phenyl acetic acid coupled with glycine and result in the formation of phenyl aceturic acid. അപ്പം രണ്ട് ടൈപ്പിലാണ് ബീറ്റ ഓക്സിഡേഷന്റെ പ്രോസസ്സ് നടത്തുന്നത്. ഒന്ന് വിത്ത് ഓഡ് നമ്പർ ഓഫ് 18 കാർബണിന്റെ മേലെയുള്ള ഫാറ്റി ആസിഡ്, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം 18 ആൻഡ് മോർ ആണെങ്കിൽ അതിൽ എന്തായിരിക്കാം ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടാവാം. ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം അത് ഫീനൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫാറ്റി ആസിഡ് ആണ് എങ്കിൽ അതിന്റെ റിസൾട്ട് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. ആ ബെൻസോയിക് ആസിഡ് എന്ത് ചെയ്യും, ഗ്ലൈസീനുമായി കമ്പൈൻ ചെയ്തിട്ട് ഹിപ്യൂരിക് ആസിഡ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോകും. അതേസമയം ഈവൻ നമ്പർ ആണെങ്കിൽ ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫിനൈൽ എസിറ്റിക് ആസിഡ്. ആ ഫിനൈൽ എസിറ്റിക് ആസിഡ് ദെൻ ഗ്ലൈസീനുമായി കമ്പൈൻ ചെയ്തിട്ട് ഫിനൈൽ എസിറ്റ്യൂരിക് ആസിഡ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് അബൌട്ട് ബീറ്റ ഓക്സിഡേഷൻ and it is an important process. Let us explain it with the help of an example. So this is beta oxidation process, and this beta oxidation process is very, very important because here maximum amount of ATP is synthesized. Then it is carrying out in 5 processes, that is activation, desaturation, hydration, oxidation, thiolysis. Okay. Beta oxidation repeated step ആണ്. ഓരോ റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് 1 കാർബൺ ആറ്റം ലെസ് ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും. ഫൈനലി ATP, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഇസ് ബീങ് പ്രൊഡ്യൂസ്. അപ്പം ഇനീഷ്യലി എത്രയാണോ ഉള്ളത് 18 കാർബൺ ആറ്റം ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ മിനിമം. അതൊന്ന് ഓരോന്ന് കുറഞ്ഞ് 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 ഓരോ കാർബൺ ആറ്റവും കുറഞ്ഞ് ഈവൻ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഫൈനലി കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ATP ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്തിട്ട്. ഓക്കെ, നോർമലി ബീറ്റ ഓക്സിഡേഷന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എസിറ്റൈൽ കോഎൻസൈം എയും ഒരു ആൻഡ് ഫാറ്റി ആസിഡ് വിത്ത് ലെസ് ദാൻ 2 carbon atom from the initial fatty acid. So the first process of beta oxidation is activation process. So fatty acid will get activated. So this is a fatty acid. It will get activated by combining with coenzyme A and ATP in presence of enzyme thiokinase. അപ്പോൾ ഈ ഫാറ്റി ആസിഡ് ആക്ടിവേറ്റഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് എസൈൽ കോഎൻസൈം എ ഡെറിവേറ്റീവ് വിച്ച് ഈസ് ദി ആക്റ്റീവ് ഫാറ്റി ആസിഡ്. Then ATP will be converted into AMP or one molecular ATP is being utilized here, and this process is known as activation process of beta oxidation. Then this activated fatty acid or acyl coenzyme A is converted into alpha beta fatty acid coenzyme A derivative, and this reaction is catalyzed by the enzyme acyl coenzyme A dehydrogenase. ഇവിടെ 1 molecule of NADP യും ഒരു FAD യും is being utilized. Okay, and the process is known as the desaturation process. Then alpha beta fatty acid coenzyme A is converted into beta hydroxy acyl coenzyme A derivative, and the process is known as the hydration process, and the reaction take place in the presence of enzyme enoyl coenzyme A dehydratase, and a molecule of water is being utilized during the process. Beta hydroxy acyl coenzyme A derivative undergo oxidation process and result in the formation of beta keto fatty acid coenzyme A derivative. Here, beta hydroxy acyl dehydrogenase enzyme will catalyze the reaction, and NAD is utilized during the reaction.
And the final step is thiolysis, where beta keto fatty acid coenzyme A is broken down into acetyl coenzyme A and active fatty acid in the presence of enzyme thiolase. Okay, and coenzyme A. അപ്പം ഈ എസിറ്റൈൽ കോഎൻസൈം എ വിൽ ഫർദർ എൻ്റർ ഇൻ ടു Krebs cycle, and through Krebs cycle ATP, carbon dioxide and water is formed. It is the final product, and the remaining active fatty acid will again enter into the process of beta oxidation and continue the process. അപ്പം ഇത് എസൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോം ചെയ്ത് ആക്ടിവേഷൻ സ്റ്റെപ്പിൽ ഫോം ചെയ്ത് ആക്റ്റീവ് ഫാറ്റി ആസിഡ് ആണ്. അപ്പം ഈ ആക്റ്റീവ് ഫാറ്റി ആസിഡ് ദെൻ അണ്ടർഗോ ഡീസാച്ചുറേഷൻ, ഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ, തയോളിസിസ്. അഗെയിൻ എസൈൽ കോഎൻസൈം എയും ആക്റ്റീവ് ഫാറ്റി ആസിഡ് ഫോം ചെയ്യും. ഈ ആക്റ്റീവ് ഫാറ്റി ആസിഡിൽ 2 carbon ലെസ് ദാൻ ദി ഇനീഷ്യൽ 1 ആവും. Then again it will enter into the desaturation, hydration, oxidation, thiolysis process. ഇവിടെയും എന്തായിരിക്കും 2 carbon atom ലെസ് ആയിട്ടുള്ള ആക്റ്റീവ് ഫാറ്റി ആസിഡ് ഫോം ചെയ്യും. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഫൈനലി എസിറ്റൈൽ കോഎൻസൈം എ മാത്രം ഫോം ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ബീറ്റ ഓക്സിഡേഷൻ. ആദ്യം ഫാറ്റി ആസിഡ് combined with acyl coenzyme A and ATP in the presence of thiokinase enzyme, and ATP is being utilized. ഈ പ്രോസസ്സിന് ആക്ടിവേഷൻ പ്രോസസ് എന്ന് പറയും. ഇവിടെ എപ്പോഴും ചേഞ്ചസ് നടക്കുന്നത് ബീറ്റ പൊസിഷനിലാണ്. ഓക്കെ, അതാണ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. So here in the beta position it is converted into acyl coenzyme A derivative, and this active fatty acid is undergoing desaturation. Then ഇവിടെ ആൽഫ ബീറ്റയിലും എന്ത് ഫോം ചെയ്യുന്ന ആൽഫ ബീറ്റ ഫാറ്റി ആസിഡ് ആയിട്ട് ഫോം ചെയ്യുന്നത് പിന്നീട് ഡീസാച്ചുറേഷൻ പ്രോസസ്സിലേക്ക്. ഡീസാച്ചുറേഷൻ പ്രോസസ്സിന് ദെൻ ഹൈഡ്രേഷൻ പ്രോസസ് നടക്കും. ഇവിടെ ബീറ്റ പൊസിഷനിൽ OH ഗ്രൂപ്പ് ഇസ് ബീങ് ആഡഡ്. ദെൻ ബീറ്റ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് ഹൈഡ്രോക്സി എസൈൽ കോഎൻസൈം എ ഡെറിവേറ്റീവ് ഇസ് ബീങ് ഫോം. ഓക്സിഡേഷൻ പ്രോസസ്സിൽ പോയിട്ട് ആൽഫ ബീറ്റ കീറ്റോ ഫാറ്റി ആസിഡ് ഇസ് ബീങ് ഫോം. Then it is undergoing thiolysis. Thiolysis means breaking off. In presence of thiolase enzyme and coenzyme A, it is converted into acetyl coenzyme A and active fatty acid. രണ്ട് പ്രോഡക്റ്റിൽ acetyl coenzyme A Krebs cycle enter ചെയ്ത് ATP, carbon dioxide and water is being formed. അതേസമയം ആക്റ്റീവ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് അഗെയിൻ ദ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. ഓരോ പ്രോസസ്സിലും 2 carbon atom less number of fatty acids are being formed. Then finally the last stepil adum endu form cheyum acetyl coenzyme A. Acetyl coenzyme A yum Krebs cycle enter cheythu ATP, carbon dioxide and water is being formed. So this is the beta oxidation step. So I have already mentioned that fatty acid metabolism is a very important process. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ATP ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. എനർജി റിക്വയർഡ് ഫോർ വേരിയസ് റിയാക്ഷൻസ് ആർ പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. അപ്പൊ അതിന്റെ എനർജറ്റിക്സ് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു ഈവൻ നമ്പർ ഓഫ് ഫാറ്റി ആസിഡ് ആണ് ഇറ്റ് ഇസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ അറ്റ് ദ ബീറ്റ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ പാൽമിറ്റിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ പാൽമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റം ആണുള്ളത്. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും 8 എസിറ്റൈൽ യൂണിറ്റ് ആയിട്ട് ഫോം ചെയ്യും. 7 റൗണ്ട് ആണ് എടുക്കുന്നത്, അത് 8 എസിറ്റൈൽ യൂണിറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1 mole of FADH2 and 1 molecule of NADH are produced. Okay. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്താൽ FADH2 ഉം NADH കൂടി എടുത്താൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു 5 moles of ATP. അങ്ങനെ 7 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5 into 7 35 moles of ATP are synthesized.
ഇനി ഈച്ച് എസിറ്റൈൽ യൂണിറ്റ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ, അതായത് എസിറ്റൈൽ കോഎൻസൈം എ ഫോം ചെയ്യുന്ന ആ എസിറ്റൈൽ കോഎൻസൈം എ എന്ത് ചെയ്യുന്നത്, നമ്മളെ ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്തിട്ട് 12 മോളിക്കിൾസ് ഓഫ് ATP ഇസ് ബീങ് പ്രൊഡ്യൂസ്ഡ്. ഓരോ സൈക്കിളും 12 മോളിക്കിൾസ് ആണ്. അപ്പം ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ATP ജനറേറ്റഡ് ഡ്യൂറിങ് ദ ഓക്സിഡേഷൻ ഓഫ് 8 മോൾസ് ഓഫ് എസിറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് എന്താ 12 into 8, ദാറ്റ് ഇസ് 96. ഓക്കെ, അപ്പോൾ ടോട്ടൽ 131, 96 plus 35, 131 moles of ATP are generated per mole of palmitic acid oxidized. അപ്പം ഇതിൽ ഈ ഡ്യൂറിങ് ദ എൻറ്റയർ പ്രോസസ്സിൽ എന്താ പ്രിലിമിനറി തയോകൈനേസ് റിയാക്ഷനിൽ മാത്രം എന്തുണ്ട് 1 moles of ഫസ്റ്റ് റിയാക്ഷനിൽ ഒരു ATP മോളിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ 131 minus 1, ദാറ്റ് ഇസ് 130 ATP മോൾസ് ആണ് ഒരു എന്താ ഫാറ്റി ആസിഡിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ. ഒരു 16 കാർബൺ ആറ്റം ഇല്ല ഈവൻ നമ്പർ ഓഫ് ഫാറ്റി ആസിഡിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 130 മോൾസ്. അപ്പം അത്രയും എനർജിയാണ് ഒരു ഫാറ്റി ആസിഡിന്റെ ഓക്സിഡേഷൻ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. ഇപ്പോൾ പാൽമിറ്റിക് ആസിഡ് ആണെങ്കിൽ പാൽമിറ്റിക് ആസിഡ് എന്ത് ചെയ്യുന്നത് 8 എസിറ്റൈൽ യൂണിറ്റ്സിനെയാണ് 7 റൗണ്ടിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. FADH2 NADH2 1 മോളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ സൈക്കിളും. അത് ഇറ്റ് ഈസ് ഈക്വൽ ടു 5 moles ഓഫ് ATP ആണ്. 7 സൈക്കിൾ ആയതുകൊണ്ട് 35 moles ഓഫ് ATP സിന്തസൈസ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് എസിറ്റൈൽ യൂണിറ്റിന് എന്ത് ചെയ്യുന്നത് ക്ലബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ 12 moles ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 8 തവണയാണ് പിന്നെ ഇത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 96. So total 131 ATP is being generated during the oxidation of palmitic acid. പിന്നെ ഈ എൻ്റയർ പ്രോസസ്സിൽ ഒരു മോളാണ് ATP യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 130 moles of ATP is being synthesized during fatty acid oxidation. Next is omega oxidation. Omega oxidation was put forward by Workaday. ഹിയർ ഒമേഗ പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഓക്സിഡേഷൻ നടക്കുന്നത്. സപ്പോസ് ദിസ് ഇസ് എ ഫാറ്റി ആസിഡ് ആൽഫ ബീറ്റ ഒമേഗ പൊസിഷനിലാണ് എന്ത് നടക്കുന്നത്, ഹിയർ ഓക്സിഡേഷൻ ഇസ് ബീങ് ജനറേറ്റഡ്. ദെൻ ഈ സമയത്ത് ഡീഗ്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ആസിഡ് ഒമേഗ ഓക്സിഡേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ടെർമിനലും COOH ഗ്രൂപ്പ് ഇസ് ബീങ് ഫോം, ദാറ്റ് ഇസ് ഡൈകാർബോക്സിലിക് ആസിഡ് ഇസ് ബീങ് ഫോം. ഈ ഡൈകാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്താൽ അത് ബീറ്റ ഓക്സിഡേഷനിൽ എൻ്റർ ചെയ്യും. ഫൈനലി എസിറ്റിക് ആസിഡും സ്മോളർ ഡൈകാർബോക്സിലിക് ആസിഡുമായിട്ട് ഫോം ചെയ്യുക. ഇതാണ് ഒമേഗ ഓക്സിഡേഷൻ. So here it will enter into omega oxidation, and the oxidation is being taking place at the omega position, and that is the 3rd position of the carbon atom, and final product of it is a dicarboxylic acid. And this dicarboxylic acid is undergoing the beta oxidation. Finally it results in the formation of acetic acid and smaller dicarboxylic acid. So these are the various steps or the various process or various theories of catabolism of fatty acid. So first the fat will be hydrolyzed into fatty acid and glycerol. Then the fatty acid undergo various types of oxidation depending upon the requirement, alpha, beta or omega. Beta is the most important type of the oxidation that are being carrying out in various then animals and plants taking place. Depending അവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് when compared to alpha and omega. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ പ്രോസസ്. നെക്സ്റ്റ് വൺ is synthesis. Synthesis or the anabolism of fatty acids. Then here the reverse of beta oxidation is taking place. Then suppose formation of palmitic acid ആണെങ്കിൽ acetyl coenzyme is converted into fatty acids such as palmitic or oleic and stearic acid ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്.
And these fatty acids will combine with glycerol to form fats or triglyceride, and they are stored in various fat deposits of the body. അപ്പം ഇതാണ് various types of synthesis ആയിട്ട് വരുന്നത്. Now the synthesis of fatty acid mainly occur in mitochondria, cytoplasm. Then synthesis in microsomes have also been reported. അപ്പം മെയിൻ ആയിട്ട് ഇതിന്റെ സിന്തസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. Okay. Then synthesis process പറയുകയാണെങ്കിൽ acetyl coenzyme A will combine with carbon dioxide in presence of the enzyme acetyl coenzyme A carboxylase. Here manganese, iron and biotin are required. Then ATP is converted, ATP is being utilized. And this acetyl coenzyme A is converted into malonyl coenzyme A. The malonyl coenzyme A, with the help of condensing enzyme, it is converted into acetoacetyl coenzyme A. Acetoacetyl coenzyme A. Then ഇവിടെ എന്ത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? One molecule of acetyl coenzyme A is being used, and one molecule of carbon dioxide is released. Then acetoacetyl coenzyme A it is undergoing reduction division and resulting in the formation of beta hydroxybutyl coenzyme A. That is, in the beta position, a hydroxyl group is being added. And this reaction is catalyzed by the enzyme ketoacyl coenzyme A reductase. And here one molecule of NADP is being formed. Okay. Then the next process is hydrolysis process. Here one molecule of water is being released at the beta position. That is, beta position la നേരത്തെ hydroxyl group add ചെയ്ത് അവിടെ water molecule release ചെയ്യുമ്പം double bond ആണ് form ചെയ്യുന്നത്. So alpha beta unsaturated butyl coenzyme A is being formed. Then here the enzyme hydratase is catalyzing the reaction. So alpha beta unsaturated butyl coenzyme A or crotonyl coenzyme A is being formed. This with the help of enzyme reductase, unsaturated acyl coenzyme A reductase, it is converting into butyl coenzyme A. Okay, unsaturated double bond റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റത്തിന് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? FMNH2 അതേപോലെ തന്നെ NADPH ആണ് ഫോം ചെയ്യുന്നത്. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. FMNH2 is converted into FMN and FMN is converted into FMNH2. അതേപോലെ തന്നെ NADPH is converting into NADP. അപ്പോൾ ബ്യൂട്രൈൽ കോഎൻസൈം എ ഫോം ചെയ്യും. ദെൻ ബ്യൂട്രൈൽ കോഎൻസൈം എ ആണ് പിന്നീട് ബ്യൂട്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, കോഎൻസൈം എ പാർട്ട് അങ്ങോട്ട് റിലീസ് ചെയ്യും, അതേസമയം COH ഗ്രൂപ്പിന് ആഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. So this is about the synthesis of fatty acid, and majority of the synthesis are being carried out in the cytoplasm. Besides cytoplasm, in mitochondria and microsomes also, the anabolism of fatty acid is being taking place. പക്ഷെ മെയിൻ ആയിട്ട് anabolism process carry out ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ഒന്നുമില്ല, എസിറ്റൈൽ കോഎൻസൈം എ കാർബൺ ഡയോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, മെലോണിൽ കോഎൻസൈം എ ആവും. ഈ മെലോണിൽ കോഎൻസൈം എനെ എസിറ്റൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണ്? മെലോണിൽ കോഎൻസൈം എ അഗെയിൻ കമ്പൈനിങ് വിത്ത് എസിറ്റൈൽ കോഎൻസൈം എ. അങ്ങനെയാണ് എസിറ്റോഎസൈൽ കോഎൻസൈം എ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ ബീറ്റ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പം ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രൈൽ കോഎൻസൈം എ ആവും. ദെൻ അഗെയിൻ H2O റിലീസ് ചെയ്യുമ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ബ്യൂട്രൈൽ കോഎൻസൈം എ ആയി മാറുകയും പിന്നീട് റിഡക്ഷൻ ഡിവിഷനിലേക്കൂടെ ബ്യൂട്രൈൽ കോഎൻസൈം എയും കോഎൻസൈം എന്ന് റിലീസ് ചെയ്യുമ്പോൾ COOH ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് ബ്യൂട്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് ഓരോ ഫാറ്റി ആസിഡ് ആയിട്ട് ഫോം ചെയ്യുന്നത്.
പിന്നീട് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഫാറ്റി ആസിഡിന്റെ പേര് മാറി വരും എന്ന്. ഡിഫറെന്റ് ടൈപ്സ്, ബ്യൂട്രിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, ഒലീക് ആസിഡ്, ലിനോലിനിക് ആസിഡ്, ആ രീതിയിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുകയും ഈ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫാറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യും. സോ ദിസ് ഈസ് അബൌട്ട് ദി അനബോളിസം ഓഫ് fatty acids. Thank you.